ഹായ് കൂട്ടുകാരെ, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ പേപ്പർ ഗ്ലാസുകൾ ഉപയോഗിച്ച് വിത്തുകൾ എങ്ങനെ മുളപ്പിച്ചെടുക്കാം, അതിനായി ഏത് തരത്തിലുള്ള പോട്ടി മിക്സാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തൈകൾ ആരോഗ്യത്തോടെ വളർന്ന ശേഷം അവ എങ്ങനെ ഗ്രോ ബാഗിലേക്ക് ശരിയായ രീതിയിൽ മാറ്റി നടാം എന്നുള്ളതിനെക്കുറിച്ചുമാണ് വീഡിയോ മുഴുവനായും കാണുക. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പോട്ടി മിക്സാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പോട്ടി മിക്സായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു ഭാഗം മണ്ണ്, ഒരു ഭാഗം ചകിരിച്ചോറ്, ഒരു ഭാഗം ചാണകപ്പൊടി. ഈ ചാണകപ്പൊടി ഇല്ലെങ്കിൽ കമ്പോസ്റ്റ് എടുക്കുക. അതുപോലെ തന്നെ ചകിരിച്ചോറ് വെള്ളത്തിലിട്ട് നല്ലപോലെ അതിൻ്റെ കറക്കെ കളഞ്ഞ് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ ചകിരിച്ചോറിട്ടാൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം വേണം നമ്മളിത് ഗ്ലാസ്സിലോട്ട് നിറച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ ഞാനിവിടെ പേപ്പർ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വലിപ്പമുള്ളതും ഇതിനെക്കാട്ടി വലിയതും എടുക്കാം. അതുപോലെ തന്നെ വെള്ളം വാർന്ന് പോകാനുള്ള 2-3 ഹോളും കൂടി ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പഴയ ഗ്ലാസ്സൊക്കെ നമ്മൾ മുമ്പത്തായി മുളപ്പിച്ചെടുത്ത ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് തന്നെ ഞാൻ വീണ്ടും നിറച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്നും കീറിപ്പോയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നനയുന്ന ഭാഗത്തൊക്കെ വെച്ചാൽ പെട്ടെന്ന് ഗ്ലാസ് കീറിപ്പോകും. അപ്പോൾ ഞാനിത് മഴയൊന്നും തട്ടാത്തൊരു ഷെയ്ഡ് ഭാഗത്ത് വെച്ച് വളർത്തിയെടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം ഞാൻ ഈ പോട്ടി മിക്സ് ഇതിലോട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ നടാനായിട്ട് പോകുന്നത് പച്ചമുളകിൻ്റെ വിത്തും അതുപോലെ തന്നെ കുറച്ച് ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്തുകൾ വെള്ളത്തിൽ കുതിർത്ത് 6 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടതൊക്കെ മുള വന്ന് തുടങ്ങി. അത് നമുക്ക് ഓരോന്നും ഓരോ ഗ്ലാസ്സിലോട്ട് വെച്ച് കൊടുക്കാം. മുളകിൻ്റെ വിത്തുകൾ നമുക്ക് ഒന്നായിട്ട് പാകി കൊടുക്കാം. പിന്നെ മുള വന്നതിന് ശേഷം നമുക്കത് മാറ്റി പറിച്ച് നടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ കുറച്ച് തൈകളൊക്കെ നട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അത് ഞാൻ പറിച്ച് നടുന്നതൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആ വിത്ത് മൂടുന്ന രീതിയിൽ മണ്ണ് അതിലോട്ട് നീക്കി കൊടുത്തു. ഇനി ഈ മുളകിൻ്റെ വിത്ത് പൊട്ടിച്ച് നമുക്കിതിലോട്ട് പാകി കൊടുക്കാം. വറ്റൽ മുളകൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടായ ചെടിയിൽ നിന്നും മുളകിൻ്റെ വിത്തെടുത്ത് അങ്ങനെയും പാകി കൊടുക്കുക. ആ വിത്ത് മൂടുന്ന രീതിയിൽ നമുക്ക് ആ പോട്ടി മിക്സും കൂടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് പോട്ടി മിക്സ് ഇട്ട് മൂടി കൊടുക്കേണ്ട, ആ വിത്ത് മൂടുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ വിത്ത് പാകി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. വെള്ളം നനച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ സ്പ്രേ വെച്ച് നനച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ എല്ലാ വിത്തും നട്ടു. ഇത് കണ്ടോ, നമ്മുടെ പാവക്കൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പേപ്പർ ഗ്ലാസ്സിൽ നല്ല ഭംഗിയായി തന്നെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറിച്ച് നടാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ മുമ്പ് പാകി കിളിർപ്പിച്ച തൈകളാണ്. തക്കാളിയുണ്ട്, വഴുതനയുണ്ട്, അതുപോലെ പച്ചമുളകുണ്ട്, ചുവന്ന വെണ്ടയുടെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പറിച്ച് നടേണ്ട ഒരു സമയമായി. 2-3 ഇലകളൊക്കെ വന്ന് തുടങ്ങിയാൽ നമുക്കിതൊക്കെ മാറ്റി നടാം. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അത് നടുന്നതിന് മുമ്പ് നമ്മൾ ഗ്രോ ബാഗൊക്കെ റെഡിയാക്കി വെക്കണം. അതായത് മണ്ണ് കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് ഒരു 10-12 ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അതിലോട്ട് വളങ്ങളൊക്കെ ചേർത്ത് തൈകൾ നടാനായിട്ട്. വിത്ത് മുളച്ച് ഒരു 4-5 ഇലകൾ വരികയോ അല്ലെങ്കിൽ 20-25 ദിവസം പ്രായമാവുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഈ തൈകളൊക്കെ മാറ്റി നടാൻ പാകമാകും. അപ്പോൾ ഇതൊക്കെ മാറ്റി നടാൻ സമയമായി. അപ്പോൾ ഞാൻ മണ്ണൊക്കെ ആദ്യം തന്നെ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തു. 12 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ച മണ്ണാണ് കേട്ടത്. അതിലോട്ടാണ് നമ്മൾ ഓരോ തൈകളെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് കീറിയെടുത്തിട്ട് വേരൊന്നും പൊട്ടിപ്പോകാതെ അത് നേരിട്ട് തന്നെ അതുപോലെ അങ്ങോട്ട് ചെറിയൊരു കുഴിയെടുത്ത് അതിലോട്ട് വെച്ച് ഉറപ്പിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇട്ടത് പണി. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണിട്ടത്. അപ്പോൾ ഓരോ ബാഗിലും ഞാൻ ഓരോ തൈ വെച്ച് നട്ട് കൊടുക്കുന്നുണ്ട്. പല വെറൈറ്റി വഴുതനയുടെ വിത്തുകൾ മുളപ്പിച്ചതാണ് കേട്ടത്. നമ്മൾ വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ നമുക്ക് വേണ്ട വിത്തുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് വിത്ത് വാങ്ങി മുളപ്പിച്ച തൈകളാണ് ഇതൊക്കെ. നല്ല രീതിയിൽ തന്നെ നല്ല കരുത്തോടെ തന്നെ ഒക്കെ വളർന്നു വന്നിട്ടുണ്ട്. നമ്മൾ മണ്ണ് റെഡിയാക്കുമ്പോൾ എപ്പോഴും കുമ്മായമൊക്കെ ഇട്ട് അതിൻ്റെ പുളിപ്പ് മാറ്റിയതിന് ശേഷം വേണം വളങ്ങളൊക്കെ ഇട്ട് തൈകൾ നടാനായിട്ട്. കുമ്മായം ഇടാതെ ഒരിക്കലും നമ്മൾ
ചെടികൾ നടരുത്. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും തൈകൾ നടുമ്പോൾ നമ്മൾ ചെടികളൊക്കെ വാടി ഉണങ്ങിപ്പോയതിന് ശേഷം അതിലോട്ട് ഒരു പിടി കുമ്മായം ചേർത്ത് എപ്പോഴും മണ്ണ് ട്രീറ്റ് ചെയ്ത് അതിലോട്ട് വേണം പിന്നെ വളങ്ങൾ ചേർത്ത് തൈകൾ നടാനായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും തൈകൾ ഇന്ന് നട്ടുകൊടുത്തു. വഴുതന, തക്കാളി, പച്ചമുളക്, അതുപോലെ തന്നെ വെണ്ടയുടെ തൈകളൊക്കെ കേട്ടോ ഇന്ന് നട്ടുകൊടുത്തത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഴയൊന്നും തട്ടാതെ ഒരു ഷെയ്ഡ് ഭാഗത്തോട്ട് ഇതിനെ വെക്കുക. ഒന്ന് വേരൊക്കെ പിടിച്ചു വന്നതിന് ശേഷം നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തോട്ട് ഇതിനെ മാറ്റി വെക്കാം. അപ്പോൾ എല്ലാ തൈകളും നട്ടു കഴിഞ്ഞു നമുക്ക് നനച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തൈകൾ നട്ടതിന് ശേഷം സ്യൂഡോമോണസ് ലായനി ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി എല്ലാത്തിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ഈ സ്യൂഡോമോണസ് നമുക്ക് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും. പല വലുപ്പത്തിലുള്ള പാക്കറ്റുകളുമുണ്ട്. ഇത് 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതുപോലെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. വാട്ടരോഗമൊന്നും ഇല്ലാതെ നല്ല കരുത്തോടെ വളരുവാൻ ഒത്തിരി നല്ലതാണ് സ്യൂഡോമോണസ് ലായനി. വൈകുന്നേരങ്ങളിൽ തൈകൾ മാറ്റി നടുന്നതാണ് ഏറ്റവും നല്ലത്. നട്ട ശേഷം തണൽ നൽകുകയോ നന്നായി നനച്ചു കൊടുക്കുകയും ചെയ്യുക. വളരെ ലളിതമായി വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണിത്. ഇതുപോലെ ചെയ്തു നോക്കുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.